ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനും അമ്മയും മോളും കൂടിയിട്ട് കുഞ്ഞേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അത് അമ്മ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വെയിറ്റിംഗ് ഷെഡിൽ. ഞാനും മോളും കൂടെ വീട്ടിൽ നിന്ന് അങ്ങനെ പോയി. അപ്പം നമ്മളിതാ അവിടെ എത്തി. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ശിഖുവും ഏട്ടനും മാല ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നൂലുമ്പ് കാഴ്ച കൊണ്ടുപോവുക, മാല ഇട്ടിട്ട് കാണാൻ പോവുക, അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ അതിന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കേട്ടോ, പച്ചക്കറി, കുറച്ച് ഫ്രൂട്ട്സ്, ബേക്കറി, അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഞാനും മോളും ആണെങ്കിൽ പോസ്റ്റായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും ഒരു മാക്സ് സ്വീറ്റൊക്കെ വാങ്ങിച്ചിങ്ങനെ കഴിച്ച്. അതിലിടയ്ക്ക് അമ്മ സാധനങ്ങളൊക്കെ അങ്ങനെ ബില്ല് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ച് അവിടെ എത്തി. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർപ്രൈസായിട്ട് പോയത് കൊണ്ട് തന്നെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അവിടെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വിളിച്ച് വരുത്തിയ എക്സ്പ്രഷനൊന്നും അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അവരാരും ഉണ്ടായില്ല, കണ്ട പൂട്ടി കിടക്കുമായിരുന്നു. അവരാരും അവിടെ ഉണ്ടായില്ല. ടോബി മാത്രം ഉണ്ടായിരുന്നു. ടോബി ഞങ്ങളെ കണ്ടിട്ടാണെങ്കിൽ ഒടുക്കത്തെ കുര. ടോബി നിർത്താതെ കിടന്ന് കുരയ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവർ വിളിച്ച്, അപ്പോൾ കുഞ്ഞേച്ചി വന്ന് അത് ശിഖു ഓടി വരുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ശിഖു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. സംഭവം ഞങ്ങൾ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞേച്ചിക്ക് ഫോൺ വിളിച്ചപ്പോൾ അത് ഞങ്ങളിവിടെ ഉണ്ട് ഒന്ന് വായോ എന്ന് പറഞ്ഞ് വേഗം വിളിച്ചത്. അപ്പോൾ ശിഖു ഭയങ്കര സന്തോഷത്തിൽ ഓടി വരികയാണ് കേട്ടോ. കണ്ട സംഭവം ഞങ്ങൾ നല്ല തല്ല, ഫുൾ ടൈം എന്നെ ചീത്ത പറഞ്ഞിട്ടും നല്ല തല്ലുകൂടിയിട്ട് അടി പിടിച്ചിട്ടൊക്കെയാണ്. പക്ഷേ കാണാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു സ്നേഹം ഇതൊക്കെ മനസ്സിലാക്കുക. പെട്ടെന്ന് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറച്ച് നേരത്തേക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ, കുറേ നേരത്തേക്ക് അത് നീണ്ടു നിൽക്കാറില്ല. പിന്നെ പെട്ടെന്ന് തെറ്റും, വഴക്കാവും. അത് പിന്നെ കുഞ്ഞേച്ചിയും ആമി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നിൽ. ആമിക്കാണെങ്കിൽ പെട്ടെന്ന് കണ്ടപ്പോൾ തിരിച്ചറിയണൊക്കെ ഉണ്ട് കേട്ടോ. 1.5 വയസ്സൊക്കെ ആയല്ലോ. ആദ്യമൊക്കെ അവൾക്ക് കണ്ട മുഖമൊക്കെ മറന്നു പോയിട്ട് പിന്നെ നമ്മളടുത്ത് മിങ്കിളാവാൻ പെട്ടെന്ന് ചിരിക്കാനൊക്കെ ടൈം എടുത്തായിരുന്നു. ഇപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ ആ ഒരു പരിചയക്കുറവൊന്നുമില്ല. പിന്നെ നമ്മളവിടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അവൾ വീട് ലോക്ക് തുറന്നു. പിന്നെ നമ്മളവിടെ കയറിയിരുന്ന് കുറച്ച് സംസാരിച്ച്. നമ്മൾ വൈകിട്ടാണ് പോയത്. ഇപ്പോൾ പിന്നെ പെട്ടെന്ന് ഇരുട്ടാവുന്നതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി. പിന്നെ നമ്മൾ ബസ്സിനാണ് പോയത്. റിട്ടേൺ വരുമ്പോൾ ഓട്ടോയ്ക്ക് വരാമല്ലോ എന്ന് വെച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മളവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ മോളെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. അത് ശിഖുവിന് നമ്മൾ കൊടുത്തതായിരുന്നു ബർത്ത്ഡേക്ക്. പിന്നെ ഇത് ആമിക്ക് കൊടുത്തൊരു ഫ്രെയിമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് ആമീനെ കൊണ്ട് ചിരിപ്പിച്ച ഒരു വീഡിയോ എടുക്കുകയാണ്. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ട് നോക്കിയിട്ട് അത് ഒട്ടിക്കണ പൊട്ടാന്ന് വെച്ചിട്ട് എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ അത് കൺമഷി കൊണ്ട് എഴുതിയതായിരുന്നു. പിന്നെ എങ്ങനെയാണ് ചിരിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ കുറേ അവളെ കളിപ്പിച്ചു. അവൾക്ക് അതാ ചിരിക്കണതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ചിരിക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. ഇപ്പോൾ കുറേയൊക്കെ കാണിക്കും, കണ്ണ് മൂക്ക് ഒക്കെ ചോദിക്കും. ഹായ്, കണ്ണ് മൂക്കൊക്കെ കാണിച്ചു തരും ചോദിച്ചാൽ. അതുപോലെ ഹായ് കാണിക്കും, ഡാൻസ് കളിക്കും. അങ്ങനെ കുറച്ച് ആൾ ഡെവലപ്പായി വരുന്നുണ്ട്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് നമ്മൾ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ കുഞ്ഞേച്ചി അവിടെ ഭയങ്കര കുക്കിങ്ങിലാണ്. സംഭവം ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ബൂസ്റ്റ് ഈ പാത്രത്തിൽ ബൂസ്റ്റാണെന്ന് ശിഖുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശിഖു ഞങ്ങൾക്കിപ്പോൾ ബൂസ്റ്റ് ഉണ്ടാക്കി തരുമ്പോഴാണ് ശിഖു ചോദിക്കുകയാണ് ഇത് അച്ചാർ പൊടിയാണെന്നാണ് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് അമ്മ ഇതിൽ അച്ചാർ പൊടി ഇല്ലായിരുന്നു, ബൂസ്റ്റാണല്ലേ, എന്നെ പറ്റിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അങ്ങനെ അപ്പോൾ ഇത് ഇപ്പോൾ ഏമിയുടെ കുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ നെഞ്ഞത്തിങ്ങനെ കൈവച്ചിട്ട് ഞാനാന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഓളാണെങ്കിൽ തീരെ പറയണില്ല. കുട്ടികളൊരു സ്വഭാവമാണുള്ളത്. വീഡിയോ എടുക്കുമ്പോൾ അതുവരെ കാണിച്ചിരുന്നൊന്നും കാണിക്കില്ല.
പിന്നെ നമ്മൾ താഴെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ മേലേക്ക് പോയി കേട്ടോ. അവരുടെ റൂമിലേക്ക് പോയതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ മോളുവിനാണെങ്കിൽ കുഞ്ഞേച്ചി 2-3 മാല കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവളുടെ ഒരു ഉടുപ്പ് ഇതാ ചികുവിൻ്റെ ഉടുപ്പാണ്, പക്ഷേ മോളുവിന് പക്കയാണ്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ അതൊക്കെ ഇടിപ്പിച്ച് നോക്കിയതാണ് ജസ്റ്റ്. പിന്നെ നമ്മളത് അങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാല കാര്യങ്ങളൊക്കെ നോക്കി. അതാണ് ചികുവിൻ്റെ കളക്ഷൻ ഓഫ് മാല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2-3 എങ്ങാനും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ചേച്ചിമാരൊക്കെ ഉണ്ടാകുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവളെൻ്റെ ചേച്ചി പിന്നെ കൂടുതലും ഇങ്ങനത്തെ കമ്മലുകൾ ഇടാറില്ല കേട്ടോ. ഞാനും കുഞ്ഞേച്ചിയാണ് കൂടുതലും ഇങ്ങനത്തെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഇടാറ്. അതിപ്പോൾ ഡ്രസ്സായാലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 3 തിരിച്ചു മറിച്ചൊക്കെ ഇടാറുണ്ട്. അതങ്ങനെയാണല്ലോ, സിസ്റ്റേഴ്സുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പോന്ന്. അതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നു. വട, സാമ്പാർ, നോലുമ്പും കാര്യങ്ങൾ സ്വാമിമാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ചായക്കടികൾ വന്നിട്ടുണ്ടായിരുന്നത്. വട, സാമ്പാർ, ചട്നി. എനിക്കാണെങ്കിൽ വട ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ചൂടോടക്കനെ മുരിഞ്ഞിട്ടൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. പിന്നെ അങ്ങനെ കുട്ടേട്ടൻ വന്നു. അപ്പോൾ അമ്മയും കുട്ടേട്ടനും കൂടെ കുറച്ചേരൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോ വന്നപ്പോൾ നമ്മൾ ഇറങ്ങി. ആമി ഒടുക്കത്തെ കരച്ചിലായിരുന്നു കേട്ടോ. അവൾക്ക് കുറച്ചങ്ങോട്ട് വലുതായി നോക്കിയപ്പോൾ അവൾക്ക് പോരുമ്പോഴൊക്കെ ടാറ്റ പോരുകയാണെന്നൊക്കെ മനസ്സിലാകുമ്പോൾ ഭയങ്കരമായിട്ട് കരയണൊക്കെ ഉണ്ട്. ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ടാറ്റയൊക്കെ തരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ മനസ്സിലാവണുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.